ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ രീതിയിൽ നാരങ്ങാച്ചാർ ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൽ മസാലയൊക്കെ പുരട്ടിയിട്ട് നന്നായിട്ടങ്ങ് ഉണക്കിയ ശേഷം എണ്ണ ഒഴിച്ച് വയ്ക്കും. ഇത് കുറേ വർഷം കേടാകാതിരിക്കുകയും ചെയ്യും. നല്ലപോലെ ജ്യൂസുള്ള ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ ഇത്. തൊലിക്ക് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് കുറേ ദിവസം ഇത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാതെ പുറത്ത് വെച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. പറിച്ച് വെച്ചിട്ട് ഇപ്പോൾ 2 ആഴ്ച കൂടുതലായിട്ടുണ്ട്. ഞാൻ ഓരോ നാരങ്ങയും ഓരോ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് പഴുക്കുകയും ചെയ്തു. വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് 4-5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അമങ്ങുന്ന മാതിരി ആവി കയറ്റിയാൽ മതി. ഒരുപാട് സമയമൊന്നും വെച്ച് പൊട്ടിപ്പോകുന്ന മാതിരി വെക്കരുത്. ഇനിയിപ്പോൾ നമ്മൾ തുണിയിൽ നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത ശേഷം മുറിച്ചെടുക്കാം. നാരങ്ങ കുറച്ച് വലിപ്പം ഉള്ളതുകൊണ്ട് ഒരുവിധം വലിയ 6 കഷ്ണങ്ങളായിട്ട് ഒരു നാരങ്ങ മുറിച്ചെടുത്തിട്ടുള്ളത്. എല്ലാ നാരങ്ങയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് ഇളക്കി വയ്ക്കുക. ഇങ്ങനെ ഇളക്കി വയ്ക്കുമ്പോൾ ചെറിയ ഈച്ചകളൊന്നും ഇതിൽ പറ്റത്തില്ല. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 100 ഗ്രാം മുളക് പൊടി, 100 ഗ്രാം ഉപ്പുപൊടി, 2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര ചീകിയതും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കട്ടിക്കായം കലക്കിയതും കൂടെ ചേർക്കുന്നുണ്ട്. നാരങ്ങയും മസാലയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം പാള വെച്ചിട്ട് ഇത് ഉണക്കാൻ പോകുന്നത്. പാള ഉണ്ടെങ്കിൽ അത് വെച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 1 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കാൻ, ബാക്കിയെല്ലാം പാകത്തിനുണ്ട്. ഈ പാള നല്ലപോലെ കഴുകി വെള്ളമയോ ഒന്നുമില്ലാതെ ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ആദ്യത്തെ ദിവസം വെയിൽ കൊണ്ടപ്പോൾ ഇത്രയും വാടിയിട്ടുണ്ട്. ഇത് 2-ാം ദിവസം. അങ്ങനെ 5 ദിവസം നല്ല വെയിലിൽ ഉണക്കി വെച്ചിട്ടുള്ള നാരങ്ങ ഇത്. നല്ല വറ്റൽ പരുവത്തിൽ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നല്ലെണ്ണ നല്ലപോലെ ചൂടാക്കിയ ശേഷം ഇളം ചൂടോടുകൂടി നാരങ്ങയിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ പുരട്ടി 3 ദിവസം ഇത് അടച്ച് വയ്ക്കാം. നല്ലപോലെ ഉണങ്ങിയ നാരങ്ങ ആയതുകൊണ്ട് ചെറിയ ചൂടിൽ ഒഴിച്ച് ഇളക്കി പുരട്ടുമ്പോഴാണ് നാരങ്ങയ്ക്ക് നല്ലൊരു മയം വരുന്നത്. കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അമർത്തി പുരട്ടി വയ്ക്കണം. ആദ്യം നമ്മൾ വയ്ക്കുമ്പോൾ നല്ല കല്ല് പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ലൊരു മയം വന്നിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച ശേഷം അടച്ച് വയ്ക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു തുണിയും കൂടി ഇട്ട് വയ്ക്കണം. ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ആ ഒഴിച്ച എണ്ണയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു പുതിയ പാളയിലോട്ട് മാറ്റി കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച ശേഷം 1 മണിക്കൂർ നല്ല വെയിലത്ത് വയ്ക്കാം. ഇത് നമ്മൾ ആദ്യം ചൂടാക്കി ഒഴിച്ച എണ്ണയുടെ ബാക്കിയുള്ള എണ്ണയാണ്. ഇതൊന്ന് വെയിലത്ത് വെച്ചിട്ട് വരാം. ഏകദേശം ഒരു 100 ml അളവിൽ എണ്ണ ചൂടാക്കിയ ശേഷം തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഉണക്കി വെച്ചിരിക്കുന്ന ബോട്ടിൽ കുറച്ച് ഒഴിച്ച് എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ഒന്ന് ചുറ്റിച്ച് വയ്ക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചാൽ മതി. ഇപ്പോൾ എല്ലാ ഭാഗത്തും എണ്ണ നല്ലപോലെ ആയിട്ടുണ്ട്. നാരങ്ങ എല്ലാം ഈ ബോട്ടിൽ ഇട്ട് വെച്ച ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിക്കുകയും വേണം. അത് കഴിഞ്ഞിട്ട് എണ്ണ നനച്ച തുണി ഇതിൻ്റെ മുകളിലിട്ടിട്ട് അടച്ചാൽ മതി. ഈ അച്ചാർ 3 മാസം മുതൽ 6 മാസം വരെയെങ്കിലും ഇതേപോലെ വെക്കുകയാണെങ്കിൽ എടുക്കുന്ന സമയത്ത് നല്ല അലുവ പോലെ ഉണ്ടായിരിക്കും. നല്ല മണവും രുചിയുള്ള ഒരു അച്ചാറാണ് ഇത്. നമുക്ക് ചോറിൻ്റെയും കഞ്ഞിയുടെയും എല്ലാം കൂടെ ഉപയോഗിക്കാം. വർഷങ്ങളോളം കേടാകാണ്ടിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്